അമേരിക്കൻ കോടതികളിൽ നിന്ന് നിരന്തരമായ തിരിച്ചടികൾ നേരിട്ട് ട്രംപ് ഒരു പരുവത്തിലായിരിക്കുകയാണെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. ആര് പറഞ്ഞു ട്രംപിനോട് താരിഫ് ചുമത്താൻ എന്നാണ് അമേരിക്കൻ കോടതി ആദ്യം ചോദിച്ചത്. ഇത് അമേരിക്കയുടെ പരമാധികാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. അമേരിക്ക സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമെന്ന് കോടതി പറഞ്ഞപ്പോൾ ട്രംപ് തിരിച്ചു ചോദിച്ചത് ഈ കോടതിയൊക്കെ അമേരിക്കയുടെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കാനായി ഉണ്ടായതാണ് എന്നാണ്. എന്നാൽ ട്രംപിന് വെറും 5 മാസത്തേക്ക് മാത്രമേ ഏതൊരു രാജ്യത്തിനും മേൽ താരിഫ് ചുമത്താൻ സാധിക്കൂ എന്ന് കൃത്യമായി കോടതി ഓർമ്മിപ്പിച്ചു. അതിനുശേഷം ട്രംപ് വീണ്ടും 5 മാസത്തേക്ക് ചുമത്തണം. അതിന് ട്രംപ് മുതിരുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം അത് അമേരിക്കയ്ക്ക് തീരാ നാണക്കേടിൽ കൊണ്ട് കലാശിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കോടതി ഒരു വലിയ തിരിച്ചടി വീണ്ടും ട്രംപിന് നൽകിയിരിക്കുകയാണ്. ഇനി ട്രംപിന് കാലിഫോർണിയയിൽ സൈന്യത്തെ വിന്യസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സുപ്രധാനമായിട്ടുള്ള വാർത്ത. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടി. അദ്ദേഹം നടപ്പിലാക്കിയ താരിഫുകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി പ്രഖ്യാപിച്ച ശേഷം ഡൊണാൾഡ് ട്രംപിന്റെ മറ്റൊരു തീരുമാനം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാരും ഭരണകൂടവും US നിയമം ലംഘിക്കുകയാണെന്നാണ് കോടതി പറഞ്ഞത്. കഴിഞ്ഞ വേനൽക്കാലത്ത് ലോസ് ഏഞ്ചൽസിലേക്ക് നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിച്ചുകൊണ്ട് ട്രംപ് ഭരണകൂടം US നിയമം ലംഘിച്ചുവെന്ന് ഒരു US കോടതി ജഡ്ജി വിധിച്ചിരുന്നു. സെപ്റ്റംബർ 2 വാഷിംഗ്ടണിൽ നടന്ന ഒരു വിധിന്യായത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നടപടികൾ പ്രാദേശിക നിയമപാലകർക്ക് സൈനിക ബലം ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന പോസ്റ്റ് കോമിറ്റാറ്റസ് നിയമത്തിന്റെ ലംഘനമാണെന്ന് ജഡ്ജി പറഞ്ഞു. നാഷണൽ ഗാർഡ് സൈനികരെ വിന്യസിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അദ്ദേഹം വിധിച്ചു. എന്നാൽ അപ്പീലിന് സമയം അനുവദിച്ചുകൊണ്ട് ബ്രയർ സെപ്റ്റംബർ 12 വരെ തീരുമാനം സ്റ്റേ ചെയ്യുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപിന്റെ കുടിയേറ്റ നയങ്ങൾക്കെതിരായിട്ടുള്ള വിയോജിപ്പുകൾ അടിച്ചമർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ജൂണിൽ 4000 നാഷണൽ ഗാർഡ് സൈനികരെയും 700 US മറൈൻമാരെയും വിന്യസിച്ചതെന്ന് ചൂണ്ടിക്കാട്ടി കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസമാണ് ഇത് കോടതിയിലേക്ക് എത്തിച്ചത്. കോടതിയിൽ അദ്ദേഹമാണ് അപ്പീൽ നൽകിയത്. സൈനികരെ വിന്യസിച്ചത് കുടിയേറ്റ നിയമങ്ങൾ നേരിട്ട് നടപ്പിലാക്കുന്നതിനല്ല, മറിച്ച് ഫെഡറൽ ഏജന്റുമാരെ സ്വത്തുക്കളെയും സംരക്ഷിക്കുന്നതിനാണ് എന്നതിനാൽ പോസ്റ്റ് കോമിറ്റാറ്റസ് നിയമം ഈ കേസിൽ ബാധകമല്ലെന്ന് ട്രംപ് ഭരണകൂടം പല്ലും നഖവും ഉപയോഗിച്ചാണ് ഇതിനെ പ്രതിരോധിച്ചത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്നിട്ടും ട്രംപിന്റെ ഈ പ്രതിരോധത്തെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ട്രംപിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ട്രംപിന് വലിയ തിരിച്ചടിയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.